ക്രിസ്തുമസ് ആകുന്നതോടെ വത്തിക്കാനിലെ തെരുവോരങ്ങളിലെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ് ക്രിസ്മസ് ട്രീ. 1982 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ക്രിസ്മസ് ട്രീ കൊണ്ട് അലങ്കരിക്കുന്ന പാരമ്പര്യം ആരംഭിക്കുന്നത്. 1982 ഇറ്റലിയിലെ അൽബൻ ഹിൽസിൽ നിന്നുമാണ് ആദ്യമായി ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാ വർഷവും വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മരം സംഭാവന ചെയ്യുന്നു. ക്രിസ്തുമസിന് ശേഷം ഈ മരം പാഴാകുന്നില്ല. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ഈ മരം ഉപയോഗിക്കും. പ്രധാനമായും ഒരു ക്രിസ്മസ് ട്രീ ആണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സ്ഥാപിക്കുക. 2023 ഡിസംബർ 9 അനാച്ഛാദനം ചെയ്ത ക്രിസ്മസ് ട്രീ 91 അടി ഉയരമുള്ള വൈറ്റ് സ്പ്രൂസ് ട്രീ ആയിരുന്നു. ഫ്രഞ്ച് അതിർത്തിയോട് ചേർന്നുള്ള ഇറ്റാലിയൻ ആൽപ്സ് മേഖലയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. 2023 ട്രീ അലങ്കരിച്ചത് പരമ്പരാഗത വസ്തുക്കൾ കൊണ്ടല്ല, മറിച്ച് ആൽപ്സ് മേഖലയിൽ കാണപ്പെടുന്ന വെളുത്ത എഡൽവീസ് പൂക്കളാൽ ആയിരുന്നു. എല്ലാ വർഷവും വത്തിക്കാനിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾക്കായി 40 ക്രിസ്മസ് ട്രീകളാണ് ശേഖരിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള വത്തിക്കാന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. മരം മുറിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിസ്ഥിതി സംരക്ഷണ പ്രചരണത്തിന് വിരുദ്ധമാണെന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഈ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. മുറിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയവയാണ്. മാത്രമല്ല, ഉപയോഗശേഷം ഇവ പുനരുപയോഗിക്കുകയും ചെയ്യുന്നു. അടിസ്ഥാനരഹിതമായ ഈ എതിർപ്പുകൾ വത്തിക്കാൻ കാര്യമായി എടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. നിശ്ചയിച്ച പ്രകാരം ക്രിസ്മസ് ട്രീ ഇന്നലെ രാവിലെ 7 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയിരുന്നു. ഏകദേശം 100 അടി നീളമുള്ള മരമാണ് ക്രിസ്മസ് ആവശ്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് എന്നാണ് വത്തിക്കാൻ സെപ്റ്റംബറിലെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്.